എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾ കറക്റ്റ് സമയത്തിനെത്തി. ഗുഡ് മോർണിംഗ് എന്ന് പറയാനുള്ള കാരണം ഈവനിങ് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 8:30 പറഞ്ഞേക്കുന്ന ഒരു പരിപാടി നമ്മൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ശകലം ഇറങ്ങിയ അപ്പോൾ വല്ലാറോടം കഴിഞ്ഞ് പരിപാടി എന്താണ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതെ, നമ്മൾ അർജന്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഓരോ പണികളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്നാണെങ്കിൽ നല്ല മഴ, ഞങ്ങൾ രാവിലെ നടക്കാൻ പോയില്ല. യെസ്, ഇന്ന് രാവിലെ ഒരു ചെറിയൊരു വർക്കിന്റെ 5 മണിക്ക് ഞാൻ നോക്കിയപ്പോ ആളില്ല. അപ്പൊ വർക്ക് കഴിഞ്ഞോളൂ. ഇപ്പോഴാണ് തീർന്നത് വർക്ക്. തീർന്ന ഇല്ല, കഴിഞ്ഞില്ല. അതിന്റെ ഇടയിൽ വേഗം റെഡിയായി പോകുന്നതാണ് കേട്ടോ. ചെന്നിട്ട് വേണമെങ്കിൽ അത് തീർക്കാൻ. അപ്പൊ ഇന്ന് ഞങ്ങളെ കൂടെ ഈഫ ഉണ്ട്. ഈഫക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ഹായ്. ഇതാണ് ഈഫ. അപ്പൊ ഇന്നത്തെ നടത്തായിരിക്കില്ല കേട്ടോ വ്ളോഗ്. പിന്നെ ഞങ്ങള് ഇന്ന് മഴയില്ലെങ്കിൽ ഇന്ന് മഴ ചെയ്ത കാരണം നടത്തും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല മഴയുണ്ടാ. പിന്നെ ഞാനപ്പോ നടക്കാൻ പോവാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേഗം രാവിലെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തീർക്കാലാന്ന് കരുതിയത്. അപ്പൊ നോക്കിയപ്പോ മുട്ടമഴ. പിന്നെ അതങ്ങട് ലാഗടിച്ച പിന്നെ ചെയ്തത്. അപ്പൊ അതെ, നമ്മളുടെ ഏറ്റവും വലിയൊരു ദുരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വൈപ്പിൻ എറണാകുളം പാലം കണ്ടെയ്നർ റോഡല്ലല്ല, നമ്മുടെ ഇവിടുത്തെ പാലം ഭയങ്കര ബ്ലോക്കായിട്ട് ഇപ്പൊ നിൽക്കണേണ്. അപ്പുറത്ത് പാലം പണി നടക്കണോണ്ടേ വൻ സീനാണ്. വൈകിട്ട് മഴയില്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് ചിലപ്പോൾ നടത്താം. എൻ്റെ 1-2 വള്ളിക്കെട്ട് കേസുകളുണ്ട്. അതാണ് അതൊന്ന് ചെയ്ത് തീർത്ത് കൊടുക്കണം. എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തുക എന്നുള്ളതാണ്, അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓടിപ്പിടിച്ചെത്തിയത് നമ്മളിവിടുത്തെ വെഞ്ചിരിപ്പ് കർമ്മം അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സ്കൂൾ മുറ്റത്തുള്ള അമ്പലമില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങാണ് BU4 ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സൈൻ ബോർഡ്, ഇങ്ങനെയുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വ്യക്തിയാണ് ഈ നടന്നു വരുന്നത് തംസപ്പൊക്കെ കാണിച്ച്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. നമ്മളുടെ പരിപാടി അറ്റൻഡ് ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നവദിനെ പറ്റി പറയാനുള്ളത് എന്താണ്? ഇതിനെ പറ്റി പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾ കറക്റ്റ് സമയത്തിനെത്തി. അപ്പോൾ അതാണ്, അവരും വൈകി വന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്, പല ടൈപ്പിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെഞ്ചിരിപ്പിൻ്റെ ദിവസം തന്നെ ഒരു വണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് നമ്മളുടെ എബി എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എഴുതി കാണിച്ചേക്കാം. പിന്നെ പച്ചസാരി എടുത്ത് നിൽക്കുന്നതാണ് എബിയുടെ അമ്മ. പിന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ഒട്ടുമിക്ക വീഡിയോയും കാര്യങ്ങളിലൊക്കെ വന്നേക്കുന്നത്. ഇപ്പോൾ ഫാബിയും ഉണ്ട്. പിന്നെ അത് ഈ നിൽക്കുന്നതാണ് സാധനം വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫാബി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാണ് ആ നിൽക്കുന്നത്. പിന്നെ ആ നിൽക്കുന്നത് എൻ്റെ വൈഫും പിന്നെ ഹെൽമിയുമാണ് ആ നിൽക്കുന്നത്. അപ്പോൾ ഹെൽമിയുടെ അമ്മയുമാണത്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെയാണ്. നമുക്ക് ചെറിയ രീതിയിൽ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അതാണ് സെലക്ട് ചെയ്തത്, ബ്ലാക്ക്. ഓക്കെ,
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ സ്കൂൾ മുറ്റം ബസ് സ്റ്റോപ്പാണ് ആക്കേണ്ടത്. ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ അവിടെ തന്നെയായിട്ട് BV4 ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഉള്ളിലോട്ട് വരണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് കണ്ടോ, അതൊരു ചേതക്കിൻ്റെ ഒരു സ്റ്റൈലല്ലേ, കാര്യങ്ങളൊക്കെ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഇതൊക്കെ ആയിട്ടൊക്കെയുള്ള രീതിയിലുള്ളൊരു വണ്ടി. അപ്പോൾ ചേതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ വണ്ടിയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വണ്ടിയും ഇഷ്ടപ്പെടും. അപ്പോൾ അത് മാത്രമല്ല പല മോഡൽ പല റേഞ്ചിലുള്ള സ്കൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തന്നെ നമുക്കൊരു ഡെലിവറിയും നമുക്ക് കാണിക്കാനും പറ്റും. പീഫയും യോഫിനും പിന്നെ എല്ലാവരും കൂടി നിന്നിട്ടാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച ചേട്ടനും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ ഈ പറഞ്ഞാൽ ബാക്ക് ടു നോർമൽ നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ വീഡിയോയിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഹറിബറിയായിട്ട് ഓടി വന്ന് ചെയ്യുന്നത് കാരണം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ചേതക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട്. അപ്പം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കയറി ഇരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടിപ്രാന്തന്മാർക്ക് അറിയാം ചേതക്ക് എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ വികാരം എന്താണെന്നുള്ളത്. അപ്പോൾ ആ വണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് വേണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് വേണ്ട. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഈ കാണിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു മോർണിംഗ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഈവനിങ് ഉണ്ട്. അത് പറ്റിയ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് നോക്കട്ടെ. എനിക്ക് എന്റെ പണി കഴിയണ്ടേ. വർക്ക് കഴിഞ്ഞാൽ അപ്പൊ അത് മാത്രമല്ല ഗൈസ്, മഴയുടെ നല്ല ലക്ഷണങ്ങളും കാര്യങ്ങളുണ്ട്. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അതും കൂടി നോക്കണ്ടേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടേക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത ദിവസം വീഡിയോ കാണുന്നവരെ പറയുന്നത് ബൈ.